സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുടമ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത പണിമുടക്ക് തുടങ്ങി. യാത്രക്കാരെ നട്ടം തിരിക്കുന്നതാണ് സമരം. തിരുവനന്തപുരം ഒഴികെയുള്ള ജില്ലകളിൽ എല്ലാം സമരം ജനജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചു. സ്വകാര്യ ബസ്സുടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ആറ്റിങ്ങലിൽ RKV സർവീസ് നടത്തിയത് പണിമുടക്കിന് ബദലായി. അതേസമയം മുഴുവൻ ബസ്സുകളും സർവീസിന് യോഗ്യമാക്കി ഓടിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് KSRTC. ആശുപത്രികൾ, വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷനുകൾ എന്നിവിടങ്ങളിലേക്ക് ആവശ്യാനുസരണം സർവീസ് നടത്തും. എന്നാൽ ഇതൊന്നും യാത്രക്കാരുടെ ആവശ്യത്തിന് തികയുന്നതല്ല എന്നതാണ് പ്രധാനം. മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുന്ന തരത്തിലും യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്തുമാകും KSRTC സർവീസുകളെന്ന് അധികൃതർ അറിയിച്ചു. തിരക്കനുസരിച്ച് അധിക ഷെഡ്യൂളും ട്രിപ്പും ക്രമീകരിക്കാനും KSRTC തീരുമാനിച്ചിട്ടുണ്ട്. ദീർഘദൂര സർവീസ് പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ചീഫ് ട്രാഫിക് ഓഫീസറെ ചുമതലപ്പെടുത്തി. ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ പോലീസ് സഹായം തേടാനും നിർദ്ദേശമുണ്ട്. മലബാറിൽ അതിരൂക്ഷമാണ് യാത്രാക്ലേശം. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.